പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം വചനമായി നമ്മിലും വസിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് നാം കീഴ്പ്പെടണം, പാത്രീഭൂതനാകണം. മോശ പുറപ്പാടിന്റെ പുസ്തകം 4-ാമത്തെ അധ്യായത്തിൽ മോശയെ ദൈവം വിളിച്ചു. മോശ വിളി കേട്ടു. 10-ാം അധ്യായം മുതൽ 16-ാമത്തെ അധ്യായം വരെ, 4:10 മുതൽ 16 വരെയുള്ള ഭാഗങ്ങളിൽ മോശ പറയുന്നു, ഞാനൊരു വിക്കനാണ്, എനിക്ക് ഈ പ്രവൃത്തി ചെയ്യാൻ സാധ്യമല്ല. അങ്ങ് എന്നേക്കാൾ എത്രയോ അനുഗ്രഹമുള്ളവര്, കഴിവുള്ളവരുണ്ട്. അങ്ങ് അവരെ വിളിച്ചാൽ അവര് നന്നായിട്ട് ജോലി ചെയ്യും. കർത്താവ് മോശയോട് കോപിഷ്ഠനാകും. മോശയോട് കർത്താവ് പറയുന്നത് ഇതാണ്: ഞാൻ നിയോഗിച്ച ജോലി നീ ചെയ്യുക. നിന്റെ കൈ എടുത്ത് നിന്റെ ഹൃദയത്തിൽ വെക്കുക. അപ്പോൾ ആ കൈ നിറയെ കുഷ്ഠമായി. രണ്ടാമത് കൈ തിരിച്ചു വെക്കാൻ എടുത്തിട്ട് അപ്പം കുഷ്ഠം മാറിപ്പോയി. മോശയിൽ ദൈവാത്മാവിന്റെ അത്ഭുതം പ്രവർത്തിച്ചു തുടങ്ങി. മോശ ദൈവം സംസാരിച്ചു തുടങ്ങുമ്പോൾ വിക്ക് മാറിപ്പോയി. മോശയല്ല സംസാരിക്കുന്നത്, മോശയിൽ ദൈവം സംസാരിച്ചു. അവിടുന്ന് മോശ തന്റെ സഹോദരനായ അഹറോനെ പറ്റി ദൈവം പറഞ്ഞു, അവൻ പുരോഹിത ഗണത്തിൽപ്പെട്ടവനാണ്, അവൻ കഴിവുള്ളവനാണ്. നിനക്ക് വേണ്ടി അവൻ സംസാരിക്കും, എങ്കിലും നീ അവന് ദൈവമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവം മോശയെ അനുഗ്രഹിക്കുകയാണ് ജനത്തിനു വേണ്ടി. ദൈവത്തിന്റെ ആത്മാവ് മോശയോട് കൂടെ യാത്ര ചെയ്യാണ്. ഇവിടെ മോശയല്ല സംസാരിക്കുന്നത്, ദൈവമാണ്. മോശയോട് ദൈവം പറയാണ്, ഞാൻ സംസാരിച്ചുകൊള്ളൂ. ഇപ്പോൾ നിനക്ക് വിക്കുണ്ട്. പിന്നെ മോശയ്ക്ക് ഒരിക്കലും വിക്കുണ്ടായില്ല. ആ നിമിഷം മുതൽ ദൈവം മോശയിലൂടെ സംസാരിക്കാൻ തുടങ്ങി. ഇതുപോലെ ദൈവം യേശുക്രിസ്തു വഴി സംസാരിക്കാൻ തുടങ്ങി. പ്രവാചകന്മാരുടെയും പ്രവചനങ്ങളുടെയും ഭാഷകളുടെയും അപ്പുറം ദൈവം മനുഷ്യാത്മാവ് വഴി ജനത്തെ നയിക്കുകയാണ് മോശയുടെ കാലം മുതൽ ചെയ്യുന്നത്. പിന്നീട് അപ്പസ്തോലന്മാര് വഴി ദൈവം ജനത്തെ നയിക്കാൻ തുടങ്ങി. ഇന്നും ദൈവം തന്റെ ദാസന്മാരിലൂടെ ജനത്തെ നയിക്കുവാൻ തുടങ്ങി. അപ്പൊ ജനവും ദൈവവും തമ്മിൽ വലിയൊരു ബന്ധമുണ്ടെന്ന് നാം അറിഞ്ഞുകൊള്ളുക. എപ്പോഴും ദൈവം തന്റെ ജനത്തോട് കൂടെയുണ്ട്. ആ വചനമാണ് പറയുന്നത്, ഭയപ്പെടരുത്, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നതിനേക്കാൾ ഉചിതം ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കുവാൻ നമ്മളെ വിട്ടുകൊടുത്താൽ മതി. നമ്മൾ ബലം പിടിക്കരുത്, ദൈവത്തിന് നമ്മളെ വിട്ടുകൊടുക്കുക. മോശയിലൂടെ ദൈവം എങ്ങനെ സംസാരിച്ചുവോ അങ്ങനെ തന്നെ നമ്മളിലൂടെ ദൈവം ലോകത്ത് സംസാരിക്കും. നമ്മളല്ല സംസാരിക്കുന്നത്, നമ്മിലെ ആത്മാവ് വഴി ദൈവാത്മാവ് സംസാരിക്കും. അതുകൊണ്ടാണ് പത്രോസിനോട് പറയുന്നത്, നീ എന്തു പറയണമെന്നോ എന്തു പ്രവർത്തിക്കണമെന്നോ നീ അറിയണ്ട, ആ നിമിഷം പിതാവിന്റെ ആത്മാവ് നിന്നോട് കൂടെ സംസാരിക്കും. അപ്പൊ എന്ത് സംസാരിക്കണമെന്നോ എന്ത് പറയണമെന്നോ നമ്മളല്ല തീരുമാനിക്കേണ്ടത്, അത് ദൈവമായ കർത്താവ് മാത്രമാണ്. നമ്മളെ തന്നെ നമ്മൾ ദൈവത്തിന് സമർപ്പിതരാണ്. നമ്മളൊരു കൊച്ചു കുട്ടിയെ പോലെ ദൈവസന്നിധിയിൽ കളങ്കമില്ലാതെ, ബലഹീനപ്പെടാതെ, കറയില്ലാത്ത കുഞ്ഞാടിനെ പോലെ നമ്മൾ വിട്ടുകൊടുക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ ജനത്തെ നയിക്കുവാൻ തന്നെ യോഗ്യനാക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നാം നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുക.
എങ്ങനെയാണ് നമ്മൾ സമർപ്പിക്കുക? 3 കാര്യങ്ങളാണ്. ദൈവത്തിന് നാം സമർപ്പിക്കുമ്പോൾ ലോകം നമ്മെ വെറുക്കും. ലോകം നമ്മളെ വെറുക്കുമ്പോൾ ഭവനം നമ്മളെ വെറുക്കും. ഭവനങ്ങൾ നമ്മളെ വെറുക്കുമ്പോൾ സഹോദരന്മാർ നമ്മളെ തള്ളിപ്പറയും. അത് ലോകത്തിൻ്റെ ഒരു രീതിയാണ്. യേശു പറയുന്നുണ്ട് തൻ്റെ രാജ്യത്തെ പറ്റി, ലോകം എന്നെ വെറുക്കുന്നെങ്കിൽ അത് നിങ്ങളെയും വെറുക്കും. നിന്റെ ഭവനം നിനക്കെതിരാകും, നിന്നെ തള്ളിപ്പറയും. നാം അകന്നു പോവാണ് ലോകത്തിൽ നിന്ന്. യേശു പറയുന്നു, ഞാൻ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ നിങ്ങളും ലോകത്തിൻ്റെതല്ല. അപ്പം ദൈവം തെരഞ്ഞെടുക്കുന്നവർ, അവർ ലോകത്തിൻ്റെതല്ലാതാകുകയാണ്. ലോകത്തിൻ്റെതല്ലാത്തത് കൊണ്ട് എന്നെ ദോഷിച്ചവർ നിങ്ങളെയും ദോഷിക്കും, എന്നെ അടിച്ചവർ നിങ്ങളെയും അടിക്കും, എന്നെ പീഡിപ്പിച്ചവർ നിങ്ങളെയും പീഡിപ്പിക്കും. അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ, ദൈവം നിങ്ങളിൽ വസിക്കുന്നു. യേശു പറഞ്ഞ ഈ വചനം നമ്മളിൽ വന്നു കഴിയുമ്പോൾ നാം അറിഞ്ഞുകൊള്ളുവിൻ, ഈ വചനം സംഭവിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ദൈവം നമ്മളിൽ വന്നു കഴിയുമ്പോൾ യേശു പറഞ്ഞതുപോലെ എല്ലാം സംഭവിക്കും. അപ്പോൾ നിങ്ങൾ ഗ്രഹിച്ചുകൊള്ളുവിൻ, നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം വസിക്കുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്നു, ദൈവത്തിൻ്റെ വചനം നിങ്ങളെ നയിക്കുന്നു. നിങ്ങൾ വചനത്താൽ ലോകത്തെ വീണ്ടെടുക്കുന്നതിന് ക്രിസ്തുവിൽ നിങ്ങൾ ഒന്നായി ദൈവത്തിന് സാക്ഷ്യം വഹിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ ഹൃദയമാണ് യഥാർത്ഥ ദേവാലയം. മോശയുടെ ഹൃദയത്തിലായിരുന്നു ദൈവം വസിച്ചത്. അപ്പസ്തോലന്മാരുടെ ഹൃദയത്തിലായിരുന്നു യേശു പരിശുദ്ധാത്മാവായി നിറഞ്ഞത്. നമ്മൾ ഓരോരുത്തരും ആ മഹത്വം ദർശിക്കുവാനും ദൈവാത്മാവ് വസിക്കുവാനും ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മളെ തന്നെ സ്വയം സമർപ്പിച്ച് സ്വന്തം ശൂന്യനാകുക. ക്രിസ്തു പറയുന്നു, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ പരിച്ഛേദിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഈ ലോകത്ത് വെച്ച് തന്നെ അവന് 100 മേനി ഫലം, വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും. പ്രൈസ് ദി ലോർഡ്.